നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു പ്രോസസ്സിലൂടെ നമ്മളിലേക്ക് നമ്മുടെ ഈ ഒരു ദിവസത്തിലെ ഒരു ക്ലാസ്സിലേക്ക് നമുക്ക് ആരംഭിക്കാൻ വേണ്ടി പറ്റിയല്ലോ. അൽഹംദുലില്ലാ. അപ്പൊ നമ്മൾ ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡില് നമ്മൾ എടുത്തു പറഞ്ഞ ഒരു തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അറിയാം. റബ്ബിന്റെ തൗഫീഖ് അല്ലെ? അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലാതെ നമുക്ക് ഒരു സംഭവവും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് ഓരോരുത്തർക്കും തൗഫീഖ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മളുടെ ഈ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഓരോ ദിവസവും അതിൽ കയറിക്കൂടുന്ന ആളുകളുടെ എണ്ണം അൽഹംദുലില്ലാ കൂടിക്കൂടി വരുന്നുണ്ട്. പക്ഷേ ഈ ലൈവിൽ പങ്കെടുക്കുക എന്നുള്ള ഒരു തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആകെ കുറഞ്ഞ പേരിലേക്ക് മാത്രമേ ലഭിച്ചു കൊടുക്കുന്നുള്ളൂ. നമുക്കറിയാൻ വേണ്ടി പറ്റും, ചിലപ്പോ 10ഉം 11ഉം പേരെങ്കിലും ജോയിൻ ആവാറുണ്ട്, ചിലപ്പോ 2ഓ 3ഓ പേര് മാത്രമേ ജോയിൻ ആവാറുണ്ടു അല്ലെ? പക്ഷേ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ആ ഒരു തൗഫീക്ക് കിട്ടുക എന്നുള്ളത്, അങ്ങനെ ഏതൊരു വിഷയത്തിനും നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് തൗഫീക്ക് എന്ന് പറയുന്നത്. നമുക്ക് ചിലപ്പോ മക്കള് കുറെ ഉണ്ടാവാം, സമ്പത്ത് കുറെ ഉണ്ടാവാം, അങ്ങനെ എല്ലാം നമുക്ക് കുറെ ഉണ്ടാവാം. പക്ഷേ ഇതൊന്നും അനുഭവിക്കാനോ ആസ്വദിക്കാനോ നമുക്ക് അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ല എങ്കിൽ ഇതൊന്നും ഉണ്ടായിട്ട് വലിയ കാര്യമില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഉള്ളത് ഒന്നാണെങ്കിൽ പോലും തൗഫീഖ് ഉണ്ടെങ്കിൽ അത് അൽഹംദുലില്ലാ ആ ഒന്ന് മതിയാവും നമുക്ക് 10ന്റെ ഗുണം ചെയ്യാൻ എന്നുള്ളത്. അപ്പൊ നമ്മൾ എല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്യാനുള്ള ഒരു പ്രാർത്ഥന എന്നുള്ളത് എന്നും തൗഫീക്കിന് ചോദിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഇൻഷാ അള്ളാ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ? എന്താണ് സത്യം പറയുകയാണെങ്കിൽ ഈ ഇൻഷാ അള്ളാ? അവിടെ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അല്ലെ, നമ്മൾ ഏതൊരു കാര്യവും നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യാൻ പദ്ധതി ഇടുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആരുടെ തൗഫീഖ് വേണം? അള്ളാഹുവിന്റെ തൗഫീഖ് വേണം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മക്കളിലേക്ക് തന്നെ വരാം. നമുക്ക് ചിലപ്പോൾ 4ഓ 5ഓ മക്കളുണ്ടെന്ന് വിചാരിക്കാം. ഒരാവശ്യം വരുന്ന സമയത്ത് ഒറ്റെണ്ണത്തിന് നമുക്ക് കിട്ടാത്തൊരവസ്ഥ വരും. അവിടെ നമുക്ക് മക്കളുണ്ടായിട്ടോ ഈ മക്കളെ കൊണ്ട് നമുക്ക് തൗഫീക്കില്ല എന്നുള്ളതാണ്. പക്ഷെ ഒന്നാണെങ്കിൽ പോലും നമുക്ക് ആ ഒന്നിനെ കൊണ്ട് എല്ലാം സാധിപ്പിച്ചെടുക്കുന്ന ഒരു ബെനിഫിറ്റ് നമുക്കുണ്ടെങ്കിൽ മാഷാ അല്ലാഹ് അതാണ് തൗഫീഖ്. ഇനി സമ്പത്തിന്റെ വിഷയത്തിൽ പറയുകയാണെങ്കിൽ എത്രമാത്രം സാമ്പത്തികമായി പുരോഗമനമുള്ള വ്യക്തികളുണ്ട് അല്ലെ? സാമ്പത്തികമായി വളരെയധികം പുരോഗമനത്തിലുള്ള വ്യക്തികളുണ്ട്. പക്ഷേ അവർക്ക് അവരുടെ സമ്പത്ത് കൊണ്ടോ അവരുടെ മനോഹരമായ വീടുകളിലോ അവരുടെ മനോഹരമായ വാഹനങ്ങളിലോ അവർക്ക് ഒന്ന് ആസ്വദിച്ചിരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതേപോലെ അവരുടെ സമ്പത്ത് കൊണ്ട് എത്ര തരം വിശിഷ്ടമാക്കപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ അവർക്ക് അവരുടെ വീടുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ആ ഭക്ഷണ സാധനങ്ങൾ ഭക്ഷിക്കാനുള്ള തൗഫീക്കില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട്? അവിടെ അവരുടെ ആരോഗ്യാവസ്ഥ വഷളത്തിലാണ്. അവർക്ക് ആരോഗ്യം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ആരോഗ്യമില്ലാത്ത ഒരവസ്ഥയിൽ, രോഗമായിരിക്കുന്ന ഈ ഒരവസ്ഥയിൽ നമുക്ക് ആ ഒരു എത്രമാത്രം നമുക്ക് സമ്പത്ത് ഉണ്ടെങ്കിൽ പോലും അതിനെ അനുഭവിക്കാനോ ആസ്വദിക്കാനോ ഉള്ള ഒരു തൗഫീക്ക് നമുക്കില്ല എന്നതാണ്. അപ്പൊ അള്ളാഹുവിന്റെ തൗഫീക്ക് എന്ന് പറയുന്നത് നമുക്ക് അത്രമേൽ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. നമുക്കറിയാൻ വേണ്ടി പറ്റും, ഇവിടെ ഞാൻ ഒരു മതപണ്ഡിതയോ അതല്ലെങ്കിൽ ഒരു ഹദീസ് പഠനമോ അല്ല നടത്തുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ ഇലാഹുമായി, നമ്മുടെ റബ്ബുമായി ഏത് രീതിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മുടെ അള്ളാഹുവിലേക്ക് നമുക്ക് ഏത് രീതിയിലൊക്കെ കൂടുതൽ കൂടുതൽ അടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിലുള്ള ചെറിയ ഒരു ചർച്ചകളാണ് നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ ആ ഒരു ചെറിയ രീതിയിലുള്ള ആ ഒരു ചർച്ച നമ്മൾ നടത്തുന്ന സമയത്ത് അൽഹംദുലില്ലാ അത് കേൾക്കുന്ന നിങ്ങളും അത് പറയുന്ന എന്നിലേക്കും അള്ളാഹു അതിനെ നമ്മളിലേക്ക് പ്രവർത്തിപ്പിക്കാനുള്ള ഒരു തൗഫീക്ക്, അത് കേൾക്കാനുള്ള തൗഫീക്ക് നിങ്ങളിലേക്കും അത് പറയാനുള്ള തൗഫീക്ക് എന്നിലേക്കും അള്ളാഹു തരുന്നുണ്ടെങ്കിൽ ഈ ഒരു പറച്ചിലോ ഈ ഒരു കേൾവിക്കോ അപ്പുറത്തേക്ക് നമുക്കിതിനെ നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ആ ഒരു പറയുന്ന വിഷയമാണെങ്കിലും കേൾക്കുന്ന വിഷയമാണെങ്കിലും നമുക്കതിനെ നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റുമ്പോഴാണ്
നമ്മൾ യഥാർത്ഥത്തിൽ റബ്ബിന്റെ ആ തൗഫീക്കിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത്, അല്ലെ? അപ്പൊ അവിടെ അള്ളാഹുവിന്റെ തൗഫീക്ക് നമ്മൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ലൈഫിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി പറയുന്ന എല്ലാ കാര്യവും നമുക്ക് അതുപോലെ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഒരിക്കലുമില്ല. എല്ലാ ദിവസവും എല്ലാവർക്കും എല്ലാം അതുപോലെ ചെയ്യാൻ വേണ്ടി പറ്റിക്കൊള്ളുന്നില്ല. അവിടെ സാഹചര്യങ്ങളും സന്നദ്ധതകൾക്കൊക്കെ മാറിക്കൊണ്ടേയിരിക്കും, അല്ലെ? ആ സാഹചര്യങ്ങൾക്കും സന്നദ്ധതകൾക്കും അനുസരിച്ച് കൊണ്ട് നമുക്ക് മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും നമ്മളുടെ ആത്മാർത്ഥമായ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു ഇന്റൻഷൻ, ആ ഒരു നീയത്ത് റെഡിയാക്കുമ്പോൾ തന്നെ അൽഹംദുലില്ലാ നമ്മളിലേക്ക് അത് എത്തിയതിന്, അത് ചെയ്തതിനുള്ള ഒരു പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. ഇങ്ങനെ നമുക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ മാക്സിമം പരമാവധി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ, മനുഷ്യരാണ്, എല്ലാ ദിവസവും ഒരേ അവസ്ഥയിലായിരിക്കില്ല, എല്ലാ ദിവസവും ഒരേ പോലെ ആയിരിക്കില്ല നമ്മുടെ കാര്യങ്ങളുടെ പോക്ക് എന്നുള്ളത്, അല്ലെ? അപ്പൊ ആ ഒരു അവസ്ഥയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മളിലേക്ക് അള്ളാഹു അതിനുള്ള പ്രതിഫലങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മളിലേക്ക് അള്ളാഹുവിനെ കുറിച്ചിട്ട് കൂടുതൽ അള്ളാഹുവിനെ കുറിച്ചിട്ട് അടുക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് ദിക്ർ മജ്‌ലിസുകൾ വരുന്നുണ്ട്, ഒരുപാട് സലാത്ത് മജ്‌ലിസുകൾ വരുന്നുണ്ട്, അല്ലെ? എല്ലാം നമ്മളിലേക്ക് വരുന്നുണ്ട്. അൽഹംദുലില്ലാ അതെല്ലാം നമ്മളിലേക്ക് അള്ളാഹു ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി തൗഫീക്ക് നൽകട്ടെ. അതിൽ അപ്പുറത്തേക്ക് എങ്ങനെയാണ് നമുക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി, ആത്മാർത്ഥമായിട്ട് അടുക്കാൻ വേണ്ടിയിട്ട്, അതൊരു സൈക്കോളജിക്കൽ പരമായിട്ട്, ആ ഒരു സൈക്കോളജി എന്ന് പറയുന്ന സമയത്ത്, ആ ഒരു സയൻസ് എന്ന് പറയുമ്പോൾ ആ സയൻസിനപ്പുറത്തേക്ക് ഈ സയൻസിന്റെ പുറകിലും ഒളിഞ്ഞിരിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു വാക്കുകളാണ് എന്നുള്ള ഒരു ബോധ്യം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് തരുന്ന എല്ലാ വിഷയങ്ങളും നമ്മളിലേക്ക് ഒന്ന് ചേർത്ത് വെക്കണമെങ്കിൽ, നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ആ ദിക്റിന്റെ ആ മാധുര്യത്തിന്റെ പിന്നിലേക്ക്, ആ ദിക്റുകൾ ചൊല്ലുന്നതിന്റെ പ്രാധാന്യത്തിലേക്ക് നമുക്കൊരു ബോധേഡായി കൊണ്ട് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും നമുക്കത് കൂടുതലായി നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുക എന്നുള്ളത്. അതുപോലെ ആ അള്ളാഹുവിലേക്ക്, ആ ഒരു ഡിവൈൻ ലവിലേക്ക് നമുക്കൊന്ന് ചേർന്നിരിക്കാൻ വേണ്ടി, ആ ഡിവൈൻ ലവിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടി നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റും, ഈ തൗഫീക്ക് എന്ന് പറയുന്ന ഒറ്റ ഒരു വേർഡ്സ്, തൗഫീക്ക് ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മളിലേക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ചിലപ്പോഴെങ്കിലും നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ടായിരിക്കാം, ബസ് യാത്ര ചെയ്യുന്നവർ. നമ്മൾക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ ഒരു യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ച് ആ ബസ് സ്റ്റോപ്പിലേക്ക് എത്തണ സമയത്ത് ഒന്നുകിൽ എല്ലാ ദിവസവും 10:30 വരുന്ന ബസ് അന്ന് 10:40 കാണാത്തപ്പോ ഒന്നോ രണ്ടോ പ്രാവശ്യമായിരിക്കാം നമ്മളത് അനുഭവിച്ചിട്ടുണ്ടാവുക. നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, എന്താണ്? അല്ലെങ്കിൽ ആ ബസ് 10:25 വരും, നമ്മളൊന്ന് 5 മിനിറ്റ് ലേറ്റ് ആയി പോയാൽ, ഇന്ന് ഞാൻ 10:20 ഇവിടെ എത്തിയിട്ടുണ്ട്, പക്ഷെ എന്നും അങ്ങനെ തന്നെയാണ്. നമ്മൾ വരുന്നെന്ന്, നമ്മൾക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെന്ന് ആ ബസ് കൃത്യസമയത്ത് ഉണ്ടാവൂല. ചിലപ്പോൾ നമ്മൾ അനുഭവിച്ചത് ഒന്നോ രണ്ടോ പ്രാവശ്യമായിരിക്കാം. ഈ ഒന്നോ രണ്ടോ പ്രാവശ്യം അനുഭവിച്ച സംഭവത്തെ നമ്മൾ പറയുന്നത് എന്തായിരിക്കാം? സ്ഥിരമായിട്ടുള്ളത് എന്ന്. നമ്മുടെ മക്കൾ എന്തെങ്കിലും ഒരു വികൃതി കാണിച്ചാൽ നമ്മൾ എന്താ പറയാ? ഒന്നോ രണ്ടോ പ്രാവശ്യം അവർ കാണിക്കുന്ന വികൃതിയെ നമ്മൾ പറയുന്നത് എന്തായിരിക്കാം? നമ്മൾ പറയുന്നത് എന്നും എന്നുള്ള രീതിയിൽ. ഇനി ഒരു സമൂഹത്തിൽ നിന്ന് രണ്ടോ മൂന്നോ ആളുകൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലോ, അവിടെ ആ സമൂഹത്തിന് മൊത്തം എന്താക്കുകയാണ് നമ്മള്? മാറ്റി നിർത്തപ്പെടുന്ന, അവരെല്ലാവരും അങ്ങനെയാണ്, അവർ ഭൂരിഭാഗവും അങ്ങനെയാണ്, അങ്ങനെ എല്ലാത്തിനെയും നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് അടച്ച് ആക്ഷേപിക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മളിലേക്കുള്ളത്. അപ്പൊ ആ ഒരു സ്വഭാവം നമ്മളിലേക്ക് ഉണ്ടാവുന്ന സമയത്ത് ഇവിടെ നമ്മൾക്ക് സ്പെസിഫിക് ആയിക്കൊണ്ട് ഒരു വ്യക്തിയാണോ രണ്ട് വ്യക്തിയാണോ തെറ്റുകൾ ചെയ്തതെങ്കിൽ ആ ഒന്നോ രണ്ടോ വ്യക്തികളെ മാത്രമല്ല, നമ്മൾ ആ ഒരു കൂട്ടത്തെ തന്നെ കൂടുതൽ അടച്ചാക്ഷേപിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ലൈഫിലേക്ക് ഉണ്ടാവാൻ പോകുന്ന ഒരു ഭവിഷ്യത്ത് എന്ന് പറയുന്നത് നമ്മളിലേക്കും വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങളെ അള്ളാഹു ക്ലോസ് ചെയ്യാണ്. അവിടെയാണ് നമ്മളിലേക്കുള്ള തൗഫീക്ക് നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളൊരവസ്ഥ. അപ്പൊ അവിടെ നമ്മൾക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളും, അതുപോലും നമ്മുടെ ലൈഫിനെ അത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ലൈഫിലേക്ക്
ഒരു പോസിറ്റീവായ മാറ്റത്തിലേക്ക്, നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു അവയർനെസ്സിലേക്ക്, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ലഭിക്കുക എന്നുള്ളതിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ തൗഫീഖ് എന്നുള്ളതാണ്. അല്ലെ? ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം എനിക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടായിരിക്കണം. ആ തൗഫീഖ് ഇല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഒരിക്കലുമില്ല. എനിക്ക് നല്ലൊരു ഇന്റർനെറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടോ, എനിക്ക് നല്ല ലാപ്ടോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടോ, എനിക്ക് നന്നായിട്ട് ടോക്ക് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞിട്ടോ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? നിങ്ങളോട് ടോക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പറ്റുമോ? ഇല്ല. അവിടെ അതിനെനിക്ക് അള്ളാഹുവിന്റെ തൗഫീഖ് കിട്ടണം. നിങ്ങളടുത്ത് എനിക്ക് സംസാരിക്കാനുള്ള ആ ഒരു കഴിവ് എനിക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് റബ്ബിന്റെ ആ തവക്കുലിന്, അള്ളാഹുവിന്റെ ആ തൗഫീഖിന്, ആ തൗഫീഖ് നമ്മളിലേക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. ഇൻഷാ അള്ളാഹ് ആ ഒരു പ്രാർത്ഥനയിലൂടെ നമുക്ക് എന്നും എന്നും ബോധേഡായി ഇരിക്കാൻ വേണ്ടി അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അള്ളാഹ്. ഈ ഒരു 10 ദിവസങ്ങളിലൂടെ നമ്മുടെ അള്ളാഹു പൊറുക്കലിനെ തരുന്ന ഈ ഒരു 10 ദിവസങ്ങളിലൂടെ ഞാൻ പോകുന്ന സമയത്ത് അള്ളാഹുവിന്റെ ആ പൊറുക്കലിനെ പാത്രീഭവിക്കാൻ വേണ്ടിയിട്ട്, ആ പൊറുക്കൽ എനിക്കും നിങ്ങൾക്കും ലഭിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പൊറുക്കലിനെ ചോദിക്കാനുള്ള ദുആകൾ ചൊല്ലാനുള്ള ഒരു തൗഫീക്ക് നമ്മൾക്ക് ലഭിക്കണം. വേണ്ടേ? ഇനി നാം മറ്റുള്ളവരോട് ചെയ്തു പോയ ഏതെങ്കിലും ദോഷങ്ങളെയോ തെറ്റുകളെയോ തെറ്റുകുറ്റങ്ങളെയോ നമ്മൾ അവർക്ക് പുറത്തു കൊടുത്താൽ മാത്രമേ എന്താവുള്ളൂ? അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പൂർണ്ണമായിട്ടുമുള്ള ഫോർഗിവ്നെസ് ലഭിക്കുകയുള്ളൂ. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ 5 വഖത്ത് നിസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും എനിക്ക് നീ പുറത്തു മാപ്പാക്കി തരണേ എന്ന്. ഇല്ലേ? നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ഒരു സംഭവമാണ് അല്ലെ? അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും എനിക്ക് പുറത്തു തരണേ എന്ന് നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമ്മളെ ഒരാൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഒരാൾ ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഒരാൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ആദ്യം പുറത്തു കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ഭാഗം നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹുവിന്റെ ഒരടിമ അള്ളാഹുവിന്റെ വേറൊരു അടിമയായി എന്നോട് ഏതോ ഒരു ദിവസത്തിൽ ഏതോ ഒരു സാഹചര്യത്തിൽ ചെയ്തു പോയ ആ ഒരു വിഷയത്തെ എനിക്ക് അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ? എന്നാൽ മാത്രമേ ഞാൻ എൻ്റെ റബ്ബിനോട് എൻ്റെ ദോഷങ്ങളെ പൊറുക്കലിന് ചോദിക്കാനുള്ള ഒരു അർഹത പോലും നമുക്കുണ്ട് ഉള്ളൂ എന്നുള്ളത്. അപ്പൊ ആ ഒരു അർഹതയിലേക്ക്, ആ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് എത്തുന്നതിനേക്കാളും മുമ്പ് നമ്മളെ വേദനിപ്പിച്ചവർക്ക് നമുക്ക് പുറത്തു കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് കിട്ടണം അല്ലേ? ആ ഒരു മനസ്സ്, ആ ഒരു സന്മനസ്സ് നമ്മളിലേക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവിടെയും എന്തുണ്ടാവണം? അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടായിരിക്കണം. കാരണം അള്ളാഹുവിന്റെ ആ പൊറുക്കൽ, അള്ളാഹു പുറത്തു തരുന്ന ഈ ഒരു 10 ദിവസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ പൊറുക്കൽ മുഴുവനായും നമ്മളിലേക്ക് ലഭിക്കണമെങ്കിൽ, ആ പൊറുക്കൽ മുഴുവനായും നമ്മളിലേക്ക് ലഭിച്ച് നമ്മൾ അങ്ങോട്ട് പ്യൂർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് പോവേണ്ടത് എന്താണോ അവിടെയുള്ള ആ ഒരു വിഷയം നമ്മൾ ക്ലിയർ ചെയ്തേണ്ടിയിരിക്കുന്നുണ്ട്. ആ ഒരു വിഷയം നമുക്ക് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിത് അറിയാത്തത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. മറ്റുള്ളവനെ കുറിച്ചിട്ട് മോശമായ ചിന്തകൾ മനസ്സിൽ വെക്കാൻ പാടില്ലെന്നോ, നമ്മുടെ വേദനിപ്പിച്ച വ്യക്തിയെ കുറിച്ചിട്ട് നമ്മൾ വേണ്ടാത്തത് ചിന്തിക്കണമെന്നോ, അവർക്ക് പുറത്തു കൊടുക്കാതിരിക്കലാണ് നല്ലതെന്നോ നമുക്കറിയാത്തത് കൊണ്ടല്ല, അവർക്ക് പൊറുക്കലാണ് ഏറ്റവും ഉത്തമം എന്ന് നമുക്ക് അറിയാത്തത് കൊണ്ടല്ല. പക്ഷെ അറിഞ്ഞിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല? നമ്മളെ വേദനിപ്പിച്ച ഒരു വ്യക്തിക്ക് നമുക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. എന്തുകൊണ്ട്? എത്ര പറഞ്ഞാലും എനിക്ക് ആ ഒരു വിഷയം മറക്കാനേ പറ്റില്ല എന്ന് പറയുന്ന എത്ര സംഭവങ്ങൾ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്? ഒന്ന് ആത്മാർത്ഥമായി ഒന്ന് ചിന്തിച്ചു നോക്കി. അവരുടെ എല്ലാ വിഷയത്തിലും ഞാൻ ഓക്കെ ആയിട്ടൊക്കെ നിന്നോളാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ അവർ അന്ന് ആ പറഞ്ഞ വിഷയം ഉണ്ടല്ലോ, അത് നിങ്ങളാരും എത്ര പറഞ്ഞാലും എനിക്ക് മറക്കാൻ പറ്റില്ല എന്ന് പറയുന്ന എത്ര സംഭവങ്ങൾ നമ്മളുടെ ഉള്ളിലുണ്ട് കിടക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ആ ഒരു മറക്കാൻ പറ്റണമെങ്കിൽ, ആ ഒരു പൊറുക്കാൻ പറ്റണമെങ്കിൽ എന്ത് കിട്ടണം? അള്ളാഹുവിന്റെ ആ ഒരു തൗഫീഖ് കിട്ടും. നമുക്ക് ചെറിയൊരു സംഭവം ഓർത്താൽ മാത്രം മതി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അൽ അമീൻ എന്ന് വിളിച്ച മുത്ത് റസൂലിന്റെ കുടുംബക്കാർ തന്നെ റസൂലിനെ കള്ളൻ എന്ന് പറഞ്ഞ് കല്ലെറിഞ്ഞ് അകറ്റുന്ന സമയത്ത് ആ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ മാറ്റി നിർത്തുകയാണോ, കുറ്റപ്പെടുത്തുകയാണോ, ചേർത്ത് പിടിക്കുകയാണോ?
പുറത്തു കൊടുക്കുകയാണോ ചെയ്തിരിക്കുന്നത്? അങ്ങനെ ആണെങ്കിൽ ആ റസൂലിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഏൽക്കേണ്ടി വന്ന ആ ക്രൂരതകളെ അതുപോലെ നമ്മളെ ആരെങ്കിലും ക്രൂരമായി വേദനിപ്പിച്ചിട്ടുണ്ടോ? എന്നിട്ടും നമുക്ക് എന്തുകൊണ്ട് അവർക്കൊന്ന് പുറത്തു കൊടുക്കാൻ പറ്റുന്നില്ല? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മാനസികമായ ഈ ഒരു തലത്തിലേക്ക് അള്ളാഹുവിന്റെ തൗഫീക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രാർത്ഥന, അതിലും കൂടുതൽ കൂടുതൽ ഗൗരവത്തോടു കൂടി, കൂടുതൽ കൂടുതൽ അവയർനെസ്സോടു കൂടി ചെയ്യാൻ വേണ്ടിയുള്ള ഈ ഒരു ദിവസങ്ങളിലൂടെയല്ലേ നമ്മൾ കടന്നു പോകുന്നുള്ളത്. ഇൻഷാ അള്ളാ നമുക്കെല്ലാവർക്കും അള്ളാഹുവിന്റെ ആ തൗഫീക്ക് ലഭിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ടേയിരിക്കാം. ഇൻഷാ അള്ളാ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അല്ലെങ്കിൽ നമുക്ക് എൻഡ് ചെയ്യാം. അപ്പൊ ഇൻഷാ അള്ളാ സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ തൗഫീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നാളെ വീണ്ടും കാണാം. എല്ലാവരും കൃത്യസമയത്ത് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. അതിലപ്പുറം കൂടുതൽ ആളുകളെ ഈ ലൈവിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളാണ് സന്നദ്ധരാവേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഗ്രൂപ്പില്, ഡിസ്കഷൻ ഗ്രൂപ്പില് നിങ്ങൾക്ക് കിട്ടുന്ന ടേക്ക് അവേസ് പറയുക, മറ്റുള്ളവരെ ഒന്നുകൂടെ ലൈവിലേക്ക് തന്നെ എത്തിപ്പിക്കാൻ വേണ്ടി നോക്കുക. ഇൻഷാ അള്ളാ അതിനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും പ്രതിഫലം നൽകുന്നതായിരിക്കും. നിങ്ങളുടെ പ്രേരണ കാരണം ഒരാളെങ്കിലും ഇവിടെ വരികയോ ആ വിഷയം കേൾക്കുകയോ ചെറിയൊരു മാറ്റം ലൈഫിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫലം നിങ്ങൾ കാരണമാണോ ഉണ്ടായത്, നിങ്ങൾക്കും ലഭിക്കും. അതോടൊപ്പം എനിക്കും ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇൻഷാ അള്ളാ അള്ളാഹു നമുക്ക് ഈ പ്രതിഫലങ്ങൾ കൂടുതൽ കൂടുതൽ തരുന്ന ഈ ഒരു മാസത്തിൽ കൂടുതൽ കൂടുതൽ നന്മകൾ, ചെറിയ രീതിയിലെങ്കിലും കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള ഒരു ഭാഗ്യം നമുക്ക് നൽകട്ടെ. അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകട്ടെ. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിന് വേണ്ടി വർക്ക് ചെയ്യാം. ഇതിൽ ലൈവിൽ തന്നെ വരുന്ന ആളുകളുടെ എണ്ണത്തെ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളും കൂടി സ് എന്നോട് കൂടി സഹകരിക്കുക എന്നും കൂടി ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. ഇൻഷാ അള്ളാ റെക്കോർഡ് കേൾക്കുന്നവർ തീർച്ചയായിട്ടും നാളെ 7:30 തന്നെ സൂമിൽ ലൈവിൽ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക എന്നുള്ളതും കൂടി റെക്കോർഡ് കേൾക്കുന്നവരോടും കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.